പാർട്ടിയുമായി ഇടഞ്ഞ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കുമെന്ന് സൂചന. അന്തിമ തീരുമാനം LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുണ്ടാകും. സ്ഥാനാർത്ഥിയായാൽ സുധാകരനെ UDF പിന്തുണച്ചേക്കും. സുധാകരന്റെ പ്രഖ്യാപനത്തിന് ശേഷം നിലപാട് പരസ്യമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം CPM സജീവമാക്കി. നേതൃത്വത്തോട് പിണങ്ങി പാർട്ടിയുടെ പടിയിറങ്ങുന്നുവെന്ന് പ്രഖ്യാപിച്ച ജി സുധാകരന്റെ അടുത്ത നീക്കമെന്ത് എന്നതിലാണ് രാഷ്ട്രീയ ആകാംക്ഷ. അമ്പലപ്പുഴയിൽ ഒരു വട്ടം കൂടി സ്ഥാനാർത്ഥിയാകാനുള്ള മോഹങ്ങൾക്ക് നേതൃത്വം തടയിട്ടതാണ് സുധാകരനെ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ച കാരണങ്ങളിൽ പ്രധാനം. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ തണലില്ലാതെ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി അംഗത്തിനിറങ്ങാനാണ് സുധാകരന്റെ നീക്കം. ഇന്നലെ രാത്രി വീട്ടിൽ വിളിച്ചു ചേർത്ത വിശ്വസ്തരുടെ യോഗത്തിന് ശേഷമാണ് തീരുമാനം. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാകും സുധാകരന്റെ പരസ്യ പ്രഖ്യാപനം. UDF അടക്കമുള്ളവരുടെ പിന്തുണ തേടാനുള്ള ശ്രമവും സുധാകരൻ സജീവമാക്കിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നുള്ള 2 പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ജി സുധാകരനുമായി അനൗപചാരിക ചർച്ചകൾ നടത്തി. എന്നാൽ സുധാകരൻ തീരുമാനം പ്രഖ്യാപിച്ച ശേഷം മതി പരസ്യ പിന്തുണയെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. പിന്തുണയ്ക്കുന്ന കാര്യം കൂടിയാലോചനയ്ക്ക് ശേഷമെന്ന് പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കൾ ആരും പക്ഷേ ജി സുധാകരനെ തള്ളിപ്പറയാൻ തയ്യാറായില്ല. അല്ല, ഞങ്ങളത് ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ എല്ലാവരുമായിട്ടും വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. ഞാൻ നിരന്തരമായി അദ്ദേഹത്തോട് സംസാരിക്കുന്ന ഒരാളാണ്. വലിയ ബഹുമാനവും ആദരവുമുള്ള ഒരാളാണ്. വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയും മന്ത്രിയോ MLA ഒക്കെ ആയി നേതാവും ഒക്കെ ഞങ്ങൾ അദ്ദേഹം വിമർശിക്കാറുണ്ട്. എന്നാൽ പോലും അദ്ദേഹം ഞങ്ങളുടെ ഉള്ളിൽ ഒരു ബഹുമാനമുള്ള ഒരാളാണ്. എന്നാൽ 6 പതിറ്റാണ്ട് കാലം ആലപ്പുഴയിൽ പാർട്ടിയുടെ മുഖവും സ്വരവുമായിരുന്ന സുധാകരനെ അനുനയിപ്പിക്കാനുള്ള തിരക്കിട്ട ശ്രമങ്ങളിലാണ് CPM നേതൃത്വം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള ആളുകൾ സുധാകരനുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ ഒരു കരുത്താണ് ഞങ്ങൾ ജി സുധാകരൻ സാർ എന്ന് വിളിച്ചു തുടങ്ങിയ സഖാവ് ജി സുധാകരൻ. അപ്പം അദ്ദേഹത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷത്തിനോ പ്രയാസമുണ്ടാക്കുന്ന യാതൊന്നും നിങ്ങളെല്ലാം കൂടി എഴുതിയും പറഞ്ഞും ചിത്രീകരിച്ചും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ യാതൊരു തരത്തിലുള്ള മോശമായ കാര്യങ്ങളും ഉണ്ടാവില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ സുധാകരനെ പോലെ മുതിർന്ന ഒരു നേതാവ് പാർട്ടി വിടാനുണ്ടായ സാഹചര്യം പരിശോധിക്കണമെന്ന ആവശ്യവും CPM-നുള്ളിൽ ഉയർന്നിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.